ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കോട്ടയം മീനടം പഞ്ചായത്തിലെ മാത്തൂർപ്പടി ദേറ റോഡിന്റെ ദുരവസ്ഥയിലേക്കാണ് നമ്മൾക്ക് ഇനി പോകാനുള്ളത്. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ 10 വർഷമായി തകർന്ന റോഡ് കഴിഞ്ഞ പുതുപ്പള്ളി പൊതുതെരഞ്ഞെടുപ്പിന് ശേഷമാണ് നവീകരിച്ചത്. എന്നാൽ ഒരു വർഷത്തിനിപ്പുറം റോഡ് വീണ്ടും തകർന്നു. ഇതോടെ മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ് നാട്ടുകാർ. അല്ലാതെ എന്താണ് ചെയ്യേണ്ടത്? പത്ത് വർഷത്തിലധികം പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന റോഡാണിത്. മാത്തൂർപ്പടി മുതൽ ദേറ വരെയുള്ള റോഡ്. സമരങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നതിന് പിന്നാലെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം റോഡ് ടാർ ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ 2024 മാർച്ച് 2-ന് റോഡ് റീടാർ ചെയ്ത് ജനങ്ങൾക്ക് തുറന്നു നൽകി. എന്നാൽ ഒരു വർഷം കഴിയുന്നതിന് മുൻപേ റോഡ് പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഇതാണ് അവസ്ഥ. $50 ലക്ഷം മുടക്കിയാണ് 500 മീറ്റർ റോഡ് ടാർ ചെയ്തത്. ഈ ഭാഗത്താണ് ഇപ്പോൾ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നാണ് ഉയരുന്ന ആക്ഷേപം. ദീർഘനാളായി പൊളിഞ്ഞു കിടന്ന ഈ വഴി 500 മീറ്ററിന് ഈ പറഞ്ഞ 50 ലക്ഷം രൂപയ്ക്ക് ടെൻഡർ വിളിക്കുകയും കൊടുക്കുകയും ചെയ്ത കോൺട്രാക്ടർ വർക്കെടുത്തു. വർക്കിന് വലിയ ക്വാളിറ്റിയാണെന്നാണ് അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് എടുത്ത് ഒരു വർഷക്കാലം തൊട്ട് റോഡ് പൊളിയാൻ തുടങ്ങി. അപ്പം നമുക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ നിലവിൽ ഈ പറഞ്ഞ കഴിഞ്ഞൊരു 10 വർഷക്കാലത്തിലധികം സഹിച്ച ആൾക്കാർക്ക് വീണ്ടും ഈ റോഡ് തകർന്ന അവസ്ഥയിലേക്ക് വീണ്ടും പോവുകയാണ്. മീനടം പഞ്ചായത്തിന്റെ കീഴിലാണ് റോഡ് വരുന്നത്. മാത്തൂർപ്പടി റോഡിന്റെ ഭാഗമായുള്ള ആയുർവേദ ആശുപത്രി മുതൽ വട്ടക്കാവ് ക്ഷേത്രം വരെയുള്ള 250 മീറ്റർ വെറും 15 ലക്ഷം രൂപയ്ക്കാണ് ടാർ ചെയ്തത്. ഇവിടെ ഒരു കുഴപ്പവുമില്ല. അപ്പോഴാണ് 50 ലക്ഷം മുടക്കി നിർമ്മിച്ച റോഡ് ഇങ്ങനെ കുളമായി കിടക്കുന്നത്. ഏറെ നാളത്തെ പരാതിക്കൊടുവിലാണ് റോഡ് ടാർ ചെയ്തത്. ആ റോഡാണ് ഈ അവസ്ഥയിലായിരിക്കുന്നത്. ഇനിയും റോഡ് നന്നാക്കാൻ പരാതി പറയണോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. എന്നാലും ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ റോഡ് തകർന്നു പോയതിന് പിന്നിൽ എന്താണ് പ്രശ്നം? അതിൽ അപാകതയുണ്ട് ആ നിർമ്മാണത്തിലാകെ എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. റോഡ് വീണ്ടും തകർന്നതോടെ പ്രദേശവാസികൾ വലിയ ദുരിതത്തിലാണ് എന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. എന്താണ് അവർക്ക് ഇനിയും പറയാനുള്ളതെന്ന് കാണാം. 15 വർഷത്തോടെ കെട്ടിടത്തോടെ ഇറങ്ങി നടന്നിട്ടൊന്ന് ശ്വാസം വിട്ട് റെഡിയായി വന്നതാണ്. അപ്പോഴത്തേക്കാണ് ഇതിൻ്റെ പണി ചെയ്ത് ഇതിങ്ങനെ ആയത്. ഇത് വെറും മോശം പണിയായിപ്പോയി. ആരാ എന്താ സംഭവിച്ചത് നമുക്കൊന്നും അറിയില്ല. എന്തായാലും നാട്ടുകാരോട് ചെയ്ത മറ്റൊരു ദുരിതത്തിലേക്ക് എന്തായാലും കണ്ടില്ല. ഒരു കൊല്ലം ആയപ്പോഴത്തേക്ക് അത് ഇവിടെ അല്ല, പല സ്ഥലങ്ങളിലുണ്ട്. ഇവിടെ പുളിയാന്ന് പറയും. പുളിയും മരമൊക്കെ വരുമ്പോൾ പോകുകയാണെങ്കിൽ പിന്നെ ഈ ടാറിങ്ങിൻ്റെ ക്വാളിറ്റി എന്നതാ. ഒരു വർഷം ആയില്ല, അതിനു മുമ്പേ ഇത് പോകാൻ തുടങ്ങിയത്. പിന്നെ ഇത് ആവശ്യത്തിനുള്ള ടാറിങ് ഒന്നും ചെയ്തില്ല. ടാർ വളരെ കുറഞ്ഞു പോയാൽ. എന്തെല്ലാം പരാതികൾ എവിടെയെല്ലാം മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വഴിയുടെ 50 ലക്ഷം രൂപ അനുവദിക്കുകയും ഇതിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കുകയും ചെയ്തത്. എന്നിട്ട് വർക്ക് പൂർത്തീകരിച്ച് കഴിഞ്ഞ് ഒരു 2-3 മാസക്കാലം കഴിഞ്ഞതിന് ശേഷം അവിടെ എവിടെയെല്ലാം കുഴി വന്നു തുടങ്ങി. നമ്മൾ വീണ്ടും പരാതിയായിട്ട് പോകുമ്പോൾ അവർ കൊണ്ടുവന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ മിനുക്ക് പണികൾ നടത്തും. അതിനുശേഷം വീണ്ടും പഴയ അവസ്ഥയിലോട്ട് തന്നെ.